ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വെളിപാട് 22:5. ഇനി ഒരിക്കലും രാത്രി ഉണ്ടാകുകയില്ല. ദീപത്തിൻ്റെ പ്രകാശമോ സൂര്യൻ്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. പിന്നുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ നമ്മളെ ഏറ്റവും ഭാരപ്പെടുത്തുന്ന അന്ധകാരം വ്യാപിച്ചു കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയെപ്പറ്റി, അത് കുടുംബങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന, സ്വസ്ഥത, സന്തോഷം, സമാധാനം നശിപ്പിക്കുന്ന, വ്യക്തിബന്ധങ്ങൾ ഛിന്നഭിന്നമാക്കുന്ന, കുടുംബ ബന്ധങ്ങൾ ഛിന്നഭിന്നമാക്കുന്ന, സാമ്പത്തിക മേഖലയിൽ വലിയ തകർച്ച ഉണ്ടാക്കുന്ന, ആരോഗ്യത്തെ നശിപ്പിക്കുന്ന വലിയൊരു പൈശാചിക സ്വാധീനത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ ധ്യാന വിഷയമാക്കുന്നത്. അത് പരിഹരിക്കാനുള്ള ഒരു മാർഗമാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച വചനം, വെളിപാട് പുസ്തകം 22:5. ദൈവമായ കർത്താവിൻ്റെ പ്രകാശത്തിലേക്ക് ഞാൻ നടന്ന് അടുക്കുമ്പോൾ, ദൈവമായ കർത്താവ് എൻ്റെ മേൽ പ്രകാശിച്ചു തുടങ്ങുമ്പോൾ ഈ അന്ധകാരം നീങ്ങിപ്പോകും, ഈ തിന്മ എന്നിൽ നിന്നും വിട്ടുപോകും. ഞാൻ സൂചിപ്പിച്ചു, അനേക കുടുംബ ബന്ധങ്ങളെ, അനേകം കുടുംബ ജീവിതത്തെ, ദാമ്പത്യത്തെ, സാമ്പത്തിക മേഖലയെ, ആരോഗ്യത്തെ തകർത്ത് തരിപ്പണമാക്കിയ ഒരു മേഖലയാണ് അത് മദ്യപാനമാണ്. മദ്യപാന തകർച്ച. എത്രയോ കുടുംബങ്ങളാണ് ഛിന്നഭിന്നമായിരിക്കുന്നത്, എത്രയോ കുടുംബങ്ങളാണ് അനാഥമായിരിക്കുന്നത്, എത്രയോ പേരാണ് എന്നും ഇതിൻ്റെ പേരിൽ വേദന അനുഭവിക്കുന്നത്. ഈ പൈശാചിക സാന്നിധ്യത്തിൽ നിന്നും വിടുതൽ നേടുവാൻ ദൈവത്തിൻ്റെ ശക്തമായ വചനവും അവിടുത്തെ കരവും നമ്മുടെ കൂടെ വേണം. മദ്യപാനികളെ പറ്റി 100-ൽ പരം വചനങ്ങൾ, നേരിട്ട് മദ്യപാനികൾ സ്വർഗ്ഗത്തിൽ പോകുകയില്ല, നേരിട്ട് പറയുന്ന 100ഓളം വചനം, 100-ൽ പരം വചനങ്ങളുണ്ട്. മദ്യപാനിക്ക് സമ്പാദിക്കാൻ സാധിക്കില്ല, മദ്യപാനി കീറത്തുണി എടുക്കും, മദ്യപാനിയെ സംബന്ധിച്ച് നേരിട്ട് വചനം പറയുന്ന കുറേ ഭാഗങ്ങൾ ഞാൻ ഏതാനും ചില ആമുഖമായിട്ട് ചില വചനം സൂചിപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു പരിഹാര മാർഗത്തിലേക്കും നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെ ഈ തിന്മയിൽ നിന്ന് വിടുതൽ നേടാമെന്നൊന്ന് ഉചിതമായ രീതിയിൽ ധ്യാനിക്കാൻ ചില വചനങ്ങൾ വെച്ചൊന്ന് ധ്യാനിക്കുകയാണ്. അങ്ങനെ ആ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവിക സാന്നിധ്യം കൊണ്ട് ഈ തിന്മയിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിക്കുമെന്ന് ഉറപ്പാണ്. ആമേൻ, ഹല്ലേലൂയ. ജോയൽ പ്രവചനം 1:5. മദ്യപാന്മാരെ ഉണർന്ന് വിലപിക്കുവിൻ, വീഞ്ഞു കുടിക്കുന്നവരെ നെടുർപ്പ് വിടുവിൻ, മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ ആദരങ്ങളിൽ നിന്ന് തട്ടി മാറ്റിയിരിക്കുന്നു. ഇത് ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഇങ്ങനെ വിടുതൽ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലിന് ദൈവം ഈ അനുഗ്രഹം ലഭിക്കുകയാണ്. മധുരിക്കുന്ന വീഞ്ഞ് നിങ്ങളുടെ ചുണ്ടിൽ നിന്ന്, നിങ്ങൾ പാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ വീഞ്ഞ് നിങ്ങളുടെ അധരങ്ങളിൽ നിന്നും തട്ടി മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ വചനം പറയുന്നത്, ആഗ്രഹിക്കുന്ന ഒരു ദൈവപൈതലിനെ ഈ അനുഗ്രഹം നൽകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തയ്യാറായി നിൽക്കുകയാണ്. വീണ്ടും എഫെസ്യ ലേഖനം 5:18 പറയുന്നത്, നിങ്ങൾ വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, അതിൽ ദുരാസക്തിയുണ്ട്, മറിച്ച് ആത്മാവിനാൽ പൂരിതരാകുവിൻ. ഒരു ലഹരിയാണ്, പരിശുദ്ധാത്മാവ് വലിയ ലഹരിയാണ്. ഈ പരിശുദ്ധാത്മാവിനെ, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക്, എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ക്ഷണിച്ചാൽ, സ്വാഗതം ചെയ്താൽ തീർച്ചയായും അത് വലിയ ലഹരിയാണ്. ഈശോയെ ഒന്ന് കൂട്ടിക്കൊണ്ടുവന്ന് നോക്കിക്കേ. മറ്റൊരു ലഹരിയുടെ ആവശ്യമില്ല. നമ്മുടെ കുറവുകൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ലഹരിക്ക് അടിമപ്പെടുന്നത്, ലഹരിയെ ആശ്രയിക്കുന്നത്. എന്നാൽ ഈശോയാകുന്ന പരിശുദ്ധാത്മാവ് ലഹരി ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, പ്രവർത്തന മേഖലയിൽ, ശുശ്രൂഷയിൽ, ജീവിതത്തിൻ്റെ സമസ്ത മേഖല ഉണ്ടെങ്കിൽ മറ്റൊരു ലഹരിയുടെയും ആവശ്യമില്ല. ഈശോ അത്ര വലിയ ലഹരിയാണ്, അത്ര വലിയ ആനന്ദമാണ്. പലരും ഈ ലഹരി ഉദ്ദേശിക്കുന്ന ഒരു ആനന്ദം ആണല്ലോ ഉദ്ദേശിക്കുന്നത്. അത്രയും വലിയൊരു ആനന്ദമാണ് തീർച്ചയായും ഈശോ എന്ന ഈ അനുഗ്രഹം ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. വീണ്ടും പ്രഭാഷകൻ്റെ പുസ്തകം 20:1 പറയുന്നത്, വീഞ്ഞ് പരിഹാസനും മദ്യം കലഹപ്രിയനുമാണ്, അത് അവർക്ക് വിവേകമില്ല. വീഞ്ഞും മദ്യവും കുടിക്കുന്ന ഒരു വ്യക്തിക്ക് യാതൊരു വിധത്തിലുള്ള വിവേകമോ തിരിച്ചറിവില്ലാതെ അധപ്പതിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. അത് ലഹരി പാനീയങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തി ടോട്ടൽ ജീവിതം മൊത്തം ഒരു പൈശാചിക സ്വാധീനത്തിന് കീഴ്പ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണ്. ലൂക്കായുടെ സുവിശേഷം 21:34 പറയുന്നത്, സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുതെന്നാണ്. ശരിക്കും നമ്മൾ ഇതിന് സമാനമായൊരു വചനം റോമർ ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ അതിൻ്റെ 13 മുതലുള്ള വചനങ്ങളിൽ പറയുന്നുണ്ട്. 13-ാം അധ്യായം 13 വചനത്തിൽ അത് പറയുന്നുണ്ട്. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം, പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം,
സുഖലോലുപതയിലോ മദ്യപാനത്തിലോ അവിഹിത വീഴ്ചയിലോ കലഹങ്ങളിലോ അസൂയ വ്യാപരിക്കരുതെന്ന്. അതുകൊണ്ട് ഈ ലൂക്കാസ് സുവിശേഷത്തിൽ പറയുന്നത് മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് നിപതിക്കുകയും ചെയ്യുമെന്നാണ്. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ ഒരു കെണി പോലെ നമ്മുടെ തകർന്ന് തരിപ്പണമാകാനുള്ളതാണോ? അങ്ങനെയുള്ള ഒരു ജീവിതമല്ല നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഗ്രഹം പ്രാപിക്കേണ്ട, അഭിഷേകം പ്രാപിക്കേണ്ട ഒരു ജീവിതമല്ല നമ്മുടേത്. അതിന് നമുക്ക് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് നിലവിളിച്ച് പ്രാർത്ഥിക്കാൻ ഏതാനും ചില വചനങ്ങൾ കൂടി ഒന്ന് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. 2 കൊരിന്തോസ് 9:8 2 കൊരിന്തോസ് 9:8 നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകുന്നതിനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യുന്നതിനും വേണ്ട എല്ലാവിധ അനുഗ്രഹങ്ങളും ദൈവം നിങ്ങൾക്ക് സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവനാണ് ദൈവം. വീണ്ടും നമുക്ക് ഗലാത്യ 3:3 ആത്മാവിൽ ആരംഭിച്ചിട്ട് ശരീരത്തിൽ അവസാനിപ്പിക്കാൻ മാത്രം അത്ര ഭോഷന്മാരാണോ നിങ്ങൾ? വീണ്ടും നമ്മൾ ഗലാത്യ 5:16 കൂടെ ഒന്ന് ചേർത്ത് ധ്യാനിക്കുകയാണ്. ആത്മാവിൻ്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുകയും ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടരുത്. വീണ്ടും ഗലാത്യ 5:24 യേശു ക്രിസ്തുവിലുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളും മോഹങ്ങളോട് ക്രൂശിച്ചിരിക്കുന്നു. എഫെസ്യ ലേഖനം 1:7 അവിടുത്തെ കൃപയുടെ സമൃദ്ധി കൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. എഫെസ്യ ലേഖനം 2:19 ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പോൾ നമ്മുടെ ഈ വ്യത്യസ്തമായ വിളി ഒന്ന് തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ, ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ, ഈ വചനത്തിൻ്റെ ഒരു അഭിഷേകം നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോഴേക്കും ദൈവത്തിൻ്റെ ഈ സജീവമായ സാന്നിധ്യം നമ്മളെ വലയം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ അനുഗ്രഹം പ്രാപിക്കാൻ നമ്മൾ സദാ പരിശ്രമിക്കുക കൂടി ചെയ്യണം. വീണ്ടും 2 കൊരിന്തോസ് 2 കൊരിന്തോസ് 4:16 ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളിലെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്കിലും അവിടുത്തെ ആന്തരിക മനുഷ്യൻ അനുനിമിഷം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ആന്തരിക മനുഷ്യനെ ദൈവിക സാന്നിധ്യത്തെ അനുനിമിഷം നവീകരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകണം. വീണ്ടും യോഹന്നാൻ്റെ സുവിശേഷം 16:20 നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. അപ്പം നമ്മളിപ്പോൾ ഭാരപ്പെട്ടിരിക്കുന്ന മേഖലകളിൽ ഈ വചനം ഒന്ന് ക്ലെയിമിച്ചത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ദുഃഖം സന്തോഷമായി മാറുകയാണ്. വീണ്ടും റോമർ ലേഖനം 16:20 സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിൻ്റെ കാൽക്കീഴിലാക്കി തകർത്ത് കളയും. അപ്പോൾ ഈ പൈശാചിക സാന്നിധ്യങ്ങളെ ഈ വചനം ഒന്ന് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ, നമ്മൾ ഒരാഗ്രഹം ആദ്യം ജനിച്ചു കഴിയുമ്പോൾ ദൈവം തീർച്ചയായും നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ശക്തമായ ദൈവത്തിൻ്റെ ആ വിജയകരമായ കാര്യം പിടിച്ചു നടക്കാനുള്ള ഒരു അഭിഷേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം. ഈ വചനം ഒന്ന് എഴുതി വെച്ച് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ.